ദൈവത്തിൻ്റെ കരുണയും കരുതലും അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടറിഞ്ഞ നിമിഷങ്ങൾ, ജീവിതത്തിലെ ചെറുതും വലുതുമായ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുന്ന ദിനങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ പ്രചോദനമാകാനും പ്രതീക്ഷയും പ്രത്യാശയും ജീവിതങ്ങളിൽ നിറയാനും ശാലോം TV ഒരുക്കുന്നു ഇറ്റ്സ് ഗോഡ്. ഒരു കുഞ്ഞിൻ്റെ കൺസെപ്ഷൻ മുതൽ അതിൻ്റെ ജനനം വരെ എന്ത് വിദഗ്ധമായിട്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അവരത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ആ പ്രാർത്ഥന നിങ്ങളോട് ചോദിക്കുന്നത്. കാര്യം, ഈ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ അതൊക്കെ സംഭവിക്കണമെങ്കിൽ അതിന് ദൈവകരുണയുടെ ഒക്കെ ഒരു അനുഭവം ഉണ്ടാവണം. ഇനി അഥവാ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ അവിടെയൊക്കെ നമ്മൾ ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ സംഭവിച്ച മരണത്തിനടുത്തെത്തിയ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മരിച്ചു എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും നമുക്കൊന്ന് കണ്ടു നോക്കാം സ്ക്രീനിൽ. സന്തോഷവും പ്രത്യാശയും നിറഞ്ഞ ഈ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ അവരിന്നിവിടെ വന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ഇസിദോർ ചേട്ടനെയും സ്മിത ചേച്ചിയെയും. ചേട്ടാ, ചേച്ചി, ഞങ്ങളുടെ ആദ്യത്തെ അതിഥികളാണ് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സ്വാഗതം. നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ചേട്ടൻ. ഞാൻ തൃശ്ശൂർ പാർന്നൂരിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഇസിദോർ എന്നാണ് പേര്. ഞാൻ KSRTCയിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂർ ഡെപ്പോയിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി? എൻ്റെ പേര് സ്മിത ഇസിദോർ. എൻ്റെ സ്വന്തം വീട് കുറ്റൂരാണ്. എന്നെ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത് പാറന്നൂരാണ്. ഞാൻ കുന്നംകുളം പോളിടെക്നിക്കിൽ ഫാഷൻ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്നു. 4 മക്കളാണ്. മൂത്ത മകൻ ഗോഡ്വിൻ ഇസിദോർ, അവൻ നിർമ്മലമാത ഇയാലു സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകളാണ് ഇസ ഇസിദോർ, 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. പിന്നത്തേത് ഇവാമരിയ ഇസിദോർ, 1 സ്റ്റാൻഡേർഡ്. 4ാമത്തെ മകൻ സാവിയോ, 2.25 വയസ്സ്. ഈ 4 പേരുടെ ഇടയ്ക്ക് പഠനവും നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തന്നെ ആൾക്കാർക്ക് ഒത്തിരി മടിയാണ്. ഒരു കുഞ്ഞ് ഓക്കെ, 2 കുഞ്ഞുങ്ങളും ചിലപ്പോൾ ഒത്തിരി പേരൊക്കെ മറ്റേ ആൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് സ്വീകരിക്കാറുണ്ട്. 3 ആകുമ്പോഴത്തേക്കും പയ്യെ നിർത്താനുള്ളത്. ഈ 4 കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? 4 കുഞ്ഞുങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ടാണല്ലോ സ്വീകരിച്ചത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ കൂടുതൽ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. മക്കളെ ഉണ്ടാകുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ അവർ വളർന്നു വരുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കൂടുതൽ മക്കളുണ്ടാവണം. അവർ ഞങ്ങൾക്ക് അതിന് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്നെയാണ് 4ാമത്തെ കുഞ്ഞിനെ സ്വീകരിച്ചത്. ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയായിരുന്നു അല്ലേ? ഒരിക്കലും ഒരു ഗർഭപാത്രം അടച്ചു കളയാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നില്ല. ജീവിതകാലം മുഴുവൻ അത് തുറന്നിരിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതെ, ദൈവ പദ്ധതികളോട് എന്നും ചേർന്ന് നിൽക്കാന്നുള്ളതായിരുന്നു. ഒത്തിരി നല്ല കാര്യം. എന്നായിരുന്നു 4ാമത്തെ കുഞ്ഞുണ്ടാവുന്നത്? നവംബർ 6 2019. സംഭവബഹുലമായ ഒരു ദിവസം അല്ലേ ശരിക്കും? അപ്പം വൈകുന്നേരം ഒരു 1 മണിയോട് കൂടിയിട്ട് പെയിൻ വന്നു.
പെയിൻ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കുറയണില്ല എന്ന് കണ്ടപ്പോൾ അനിയനെ ഫോൺ വിളിച്ച് വരുത്തി. ഞങ്ങൾ അനിയനും ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് പോയി. മക്കളിനെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചിരിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ ആശുപത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പെയിൻ വന്നുകൊണ്ടിരുന്നു. ഉച്ച 1 മണിയോട് കൂടിയൊക്കെ ആവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സംഭവബഹുലമായ ഒരു ദിവസം എന്ന് വിശേഷിപ്പിക്കാൻ പ്രത്യേകം കാരണങ്ങളുണ്ട്. അത് ഇവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അന്ന് ഡെലിവറി നോർമലായിട്ട് തന്നെ നടന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? അന്ന് ഉച്ചയോട് കൂടിയിട്ട് 1:15 കൂടിയിട്ട് സാധാരണ നോർമൽ ഡെലിവറി ആയിരുന്നു. ഡോക്ടർ രാജി ബെഞ്ചമിനാണ് ചെയ്തത്. ഡെലിവറി കഴിഞ്ഞോടുകൂടി ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് മകനെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് മകനെ കാണിച്ചു തന്നു. എനിക്ക് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പക്ഷേ ഡോക്ടർ പുറത്തേക്ക് പോയില്ല. ഡോക്ടർ എൻ്റെ അടുത്ത് തന്നെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കാണാൻ പറ്റില്ല. നമ്മൾ ടേബിൾമേ ആയതുകൊണ്ട് ബ്ലീഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ നമ്മുടെ യൂട്രസ് സാധാരണ ഡെലിവറി കഴിഞ്ഞാൽ ചുങ്ങാണ് ചെയ്യുക. ഇത് ബൾജ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഡോക്ടർ അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒതുക്കുന്നുണ്ട്. പക്ഷെ അത് ചുങ്ങുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ലായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്മിത കോംപ്ലിക്കേറ്റഡ് ആണ്, പേടിക്കാനൊന്നുമില്ല, നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഇനിയും മക്കളെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാൻ കരഞ്ഞപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുടുംബം മുഴുവൻ ഈ ഒരു സങ്കടത്തോടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നല്ലേ? അല്ല, അവർക്ക് അറിയില്ല, അവരറിഞ്ഞിട്ടില്ല. അവര് ഈ ഒരു സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഉണ്ണി ഉണ്ടായ സന്തോഷം ചേട്ടൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എന്നോട് പറയണതൊന്നും പുറത്ത് ചെന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടറുടെ ഇതിൽ. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ബ്ലീഡിങ് നിൽക്കും എന്നുള്ളതിലായിരുന്നു ഡോക്ടർ. പിന്നെ നിൽക്കാണ്ടായപ്പോൾ ആൾ വിചാരിച്ചു യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലോ എന്ന്. അപ്പം ആദ്യം എന്നെ ഒരുക്കണ്ടേ യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് യൂട്രസ് റിമൂവ് ചെയ്യണത്, 4 മക്കളില്ലേ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് അവളത്ത് അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു? ഇല്ല, എന്നോട് മാത്രം പറഞ്ഞത് ആദ്യം ഡെലിവറി റൂമിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു. അവൻ സമ്മതിക്കില്ല, എനിക്കറിയാം, ഞങ്ങൾ എല്ലാതും സമ്മതിക്കില്ല, എന്നാലും നീ ആദ്യം സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് എൻ്റെ സൈൻ ഫസ്റ്റ് മേടിച്ചു. എന്നിട്ടാണ് ഏട്ടൻ്റെ അടുത്തേക്ക് പോണത്. ഈ ഒരു സമയത്ത് നമുക്ക് ചേട്ടൻ്റെ അപ്പച്ചൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പച്ചൻ എന്താ പറയേണ്ടതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് സാധ്യതയില്ല, നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ 2-3 പേരെന്നെ ഈ തിയേറ്ററിലേക്ക് ഞങ്ങൾ കടത്തി. എന്നിട്ട് സ്മിതേനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മകനും ബാക്കി വേറൊരാളും കൂടി 3 ആൾ ഞങ്ങൾ ചെന്നു. എൻ്റെ മൂത്ത മകൻ ഈ സ്മിതയുടെ ഭർത്താവ് പോകുന്നില്ല. അപ്പോൾ അപ്പുറത്ത് തന്നെ ഭയങ്കര സങ്കടത്തോടുകൂടി ഇരിക്കും. ഒത്തിരി സങ്കടത്തോടെയാണ് അപ്പച്ചൻ ഈ അനുഭവങ്ങൾ പറയുന്നത്. അപ്പം യൂട്രസ് റിമൂവൽ എന്നല്ലേ പറഞ്ഞിരുന്നുള്ളൂ? യൂട്രസ് റിമൂവൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എന്താ ശരിക്കും അവിടെ ഉണ്ടായത് ഇത്ര കോംപ്ലിക്കേഷൻസ് വരാൻ? യൂട്രസ് മാറ്റങ്ങൾ മുന്നേ തന്നെ ബ്ലഡ് കുറേ പോയി. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടിയിട്ട് ആളുടെ ശരീരത്തിനുണ്ടായിരുന്ന ബ്ലഡ് മുഴുവൻ മാറി. ഇനിയും നമ്മൾ പുതിയതായിട്ട് ബ്ലഡ് കയറ്റുമ്പോൾ ആ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് എങ്ങനെയാണ് കോട്ട് ചെയ്യണത് കഴിഞ്ഞാൽ
അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഭാഷയിൽ അത് 50% പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. വെന്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞാൽ ആളുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക ചെയ്തത്. ഈ അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചേച്ചിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. യൂട്രസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുമ്പോൾ തന്നെ ഞാൻ സൈൻ ചെയ്യുമ്പോഴേക്കും എൻ്റെ ഓർമ്മ പോയി. പിന്നീട് അവിടുന്ന് വെന്റിലേറ്ററിൽ റിമൂവ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് കിടത്തി. അപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റ് എല്ലാവർക്കും എന്നെ കാണിച്ചു കൊടുത്തു. പിന്നെ വെന്റിലേറ്ററിൽ കയറ്റിയത് പിന്നെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചേട്ടൻ്റെ ആള് അറിയാം. വെന്റിലേറ്റർ കയറ്റിയിട്ട് പിന്നെ അവർ പറയണത് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പരമാവധി ശ്രമിക്കാം, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, കുറേ അകലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ കിടത്ത് തന്നെ നല്ലത്. എന്നിട്ട് പിന്നെ ഡോക്ടർമാർ അവർ ആലോചിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയണം നമുക്ക് എത്രയും പെട്ടെന്ന് മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, അവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്ലഡിന് കുറവുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ പുറത്ത് പോയിട്ടാണ് ബ്ലഡ് വാങ്ങിക്കൊണ്ടിരുന്നത്. ആ സമയത്തും ബ്ലീഡിങ് നിന്നിട്ടില്ല. അവർ പറഞ്ഞല്ലോ ബ്ലീഡിങ് നിൽക്കാൻ സാധ്യത കുറവാണ്, എന്നുവെച്ചാൽ ആളുടെ ശരീരത്തിലത്തെ ബ്ലഡ് അല്ല ഉണ്ടാവും. അപ്പോൾ വരാൻ പോണ പുതിയ ബ്ലഡിൻ്റെ ക്യാരക്ടർ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവർ. അപ്പോൾ ബ്ലഡിന് എന്തൊക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഘടകങ്ങളൊക്കെ ജൂബിലി ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അത് കയറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോയത് ജൂബിലിയിലേക്ക് കൊണ്ടുപോയി. യൂട്രസ് റിമൂവ് ചെയ്യാൻ അവർ തിയേറ്ററിൽ കയറ്റുമ്പോഴാണ് യൂട്രസിൽ മാത്രമല്ല വെയിൻ പൊട്ടിയിരിക്കുന്നത്. 3 സ്ഥലത്ത് വെയിൻ പൊട്ടിയിട്ടുണ്ട്. ഒന്ന് യൂട്രസിൻ്റെ ഉള്ളിൽ, ഒന്ന് യോനിയുടെ ഉള്ളിൽ, ഒന്ന് ഇവിടെ വയറിൻ്റെ ഉള്ളിൽ. അങ്ങനെ 3 സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. അത് അവർ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കയറ്റുക. പക്ഷേ 2 സ്ഥലത്ത് അവർക്ക് സ്റ്റഡ് ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ ഓക്കെ ആയി, അവിടുത്തെ ബ്ലീഡിങ് നിന്നു. പിന്നെ യോനിയുടെ അവിടുത്തെ അവർ സ്റ്റഡ് ഇട്ട് അത് നിർത്തി. പക്ഷേ വയറിൻ്റെ ഉള്ളിൽ എവിടുന്നാണ് വരുന്നത് അതവർക്ക് കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയില്ല, സ്റ്റഡ് ഇടാനും പറ്റിയില്ല. അതാണ് പ്രോബ്ലം. അതിൽ കൂടെ നമുക്ക് എത്രത്തോളം ബ്ലഡ് കയറ്റണോ അത്രത്തോളം അങ്ങനെ കെട്ടിക്കെടുക്കായിരുന്നു വയറിൻ്റെ ഉള്ളിൽ. ഈ ഒരു സമയത്ത് ജൂബിലിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. കുടുംബം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? ചേട്ടൻ്റെ അമ്മച്ചിയായിരുന്നു ബാക്കി മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതൊക്കെ. അമ്മച്ചിയുടെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് 3 ആൺകുട്ടികളാണ്. അതിലത്തെ മൂത്ത മകൻ്റെ ഭാര്യയാണ് സ്മിത ഇസ്ലോർ. അവൾ 4ാമത്തെ പ്രസവത്തിന് വയ്യാണ്ടിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ 3 മക്കളും ഇവിടെയാക്കി പോയി. അവരിനെ നോക്കുകയായിരുന്ന ഞാൻ വീട്ടിലായിരുന്നേ. എന്നിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. മക്കളൊക്കെ ഉണ്ണീനെ കാണാൻ പോകാൻ പുറപ്പെട്ട് നിൽക്കുക. അപ്പോൾ ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വിഷമമായി. അപ്പോൾ മക്കളേനെ താഴെയുള്ള മോനും ഭാര്യനും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. പിന്നെ അപ്പച്ചനും എല്ലാവരും പോയി. അപ്പോൾ പിന്നെ അവിടുത്തെ വിവരങ്ങളൊന്നും ഇവിടേക്ക് എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, അടുത്തുള്ളവരെ പറഞ്ഞു സ്മിതയ്ക്ക് സീരിയസ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിൽ മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചു, എന്താ മോനെ അവൾക്ക് വയ്യാന്നുണ്ട് ഇവിടേക്ക് മാറ്റിയെന്ന് പറയണത് എന്താണെന്ന് വെച്ചു. അവർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി അമ്മ. എന്നിട്ട് അവൻ അറിഞ്ഞു തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങി. കുട്ടികളോട് നമുക്ക് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അവർ ഉണ്ണിയെ കാണാൻ തയ്യാറായിരിക്കുക, പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അമ്മയ്ക്ക് വയ്യ എല്ലാവരും. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും കൂടി രൂപത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ശരിക്കും ഈ ഒരു അമ്മച്ചിയുടെ അനുഭവം കേട്ടാൽ പോലെ നമുക്ക് കണ്ണു നിറയും. എല്ലാവരും കുഞ്ഞു മോനെ കാണാനുള്ള ഒരു സന്തോഷത്തിലേക്ക് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണല്ലോ. അതിലേക്ക് ഇത്രയും സങ്കടവും വിഷമവും ഒക്കെ വരിക എന്ന് പറയുന്നത് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് സ്മിത ചേച്ചിയുടെ അമ്മയ്ക്ക് കുറച്ചും കൂടെ ബോൾഡായ ഒരു അനുഭവമാണ് പറയാനുള്ളത്. ശക്തമായിട്ട് തമ്പുരാൻ്റെ അടുത്ത് മാധ്യസ്ഥം നടത്തിയ ഒരു കഥയാണ് പറയാനുള്ളത്. നമുക്ക് സ്മിത ചേച്ചിയുടെ അമ്മേനെ ഒന്ന് കേൾക്കാം. എൻ്റെ 4ാമത്തെ മകളാണ് സ്മിത. അവിടെ 4ാമത്തെ പ്രസവമാണ് അശ്വിനി ആസ്പത്രിയിൽ നടന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞു കുട്ടീനെ ഞങ്ങളുടെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് ആണ്, അതുകൊണ്ട് ഗർഭപാത്രം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭർത്താവ് ഒപ്പിട്ട് കൊടുത്തു, ഗർഭപാത്രം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയണു ഇപ്പോഴും ബ്ലീഡിങ് നിന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് അതിനുള്ള സാമഗ്രികളില്ല, അതുകൊണ്ട് തൃശ്ശൂർ ജൂബിലി മിഷൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് എൻ്റെ മക്കളും എല്ലാവരും കൂടി അവിടെ തന്നെ ജൂബിലി മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി. കുഞ്ഞും ഞാനും
അവിടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയും ജോബിളും കൂടിയിട്ട് അശ്വിനി ആസ്പത്രിയിൽ നിന്നു, കുഞ്ഞിനെ നോക്കി നിന്നു. അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കും, അവളെന്നെ ജൂബിലി മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയാറുണ്ട്. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് നേരം വെളുത്തൊരു 7 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു. ഇവിടെ അനിയൻ്റെ ഭാര്യ ജോബിൾ പോയിട്ട് ഫോൺ എടുത്ത് എന്നെ അറിയിക്കാറില്ല ഒന്നും. അപ്പോൾ അവൾ കരഞ്ഞു വരഞ്ഞ് കാണേ. അപ്പോൾ കരഞ്ഞു വന്നുകൊണ്ടപ്പോൾ ഞാൻ ചെന്ത നീ കരയണേ, ചേച്ചിക്ക് ഇത്തിരി കൂടുതലാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത് കേട്ട വായന് ഇതുവരെ മാറിയില്ലേ മോളെ ചോദിച്ചു. ഇല്ല അമ്മേ എന്നാ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പം ഞാൻ യേശുവേന്ന് ഉള്ളിൽ വിളിച്ച് പറഞ്ഞു, യേശുവേ എൻ്റെ മോൾക്കൊന്നൊരു ആപത്തും വരുത്തല്ലേ, 4 കുട്ടികളുടെ അമ്മീന്, അവൾക്ക് ജീവൻ കൊടുക്കണേ, അവൾക്കൊന്നും വരുത്തല്ലേ യേശുവേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. ആ നേരത്ത് വലത്ത് വശത്ത് വന്നൊരു തട്ടിയിട്ട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ മോള് മരിച്ചിട്ടില്ല, അവൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ജോബിളിനോട് ഞാൻ പറഞ്ഞു, നീ ചേച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ മരിച്ചിട്ടൊന്നുമില്ല, നീ കരയൊന്നും വേണ്ട. ശക്തമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുള്ള ഒരു പറ്റം ആളുകൾ, കുറച്ചധികം ആളുകൾ സ്മിത ചേച്ചിയുടെ ചുറ്റും, സ്മിത ചേച്ചിയുടെയും മിസ് ചേട്ടൻ്റെയും ചുറ്റും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. അതിൻ്റെ ഫലമാണ് ചേച്ചി ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളാണെങ്കിലും എനിക്ക് ഒത്തിരി പേരോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അല്ലേ? ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ കോൺവെൻറ്റിലെ മദറും ഞങ്ങളൊരു ബന്ധുവായിരുന്ന സലേറിനമ്മ സിസ്റ്ററാണ്. ആ സിസ്റ്ററോടാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് ഇത്ര ഗൗരവമായിട്ടുള്ള അവസ്ഥ. സിസ്റ്റർ കുറച്ച് പ്രായമായിട്ടുള്ളതാണ്. സിസ്റ്ററോട് പറഞ്ഞു, മുട്ടും വന്നിട്ട് കൈ വിരിച്ച് പ്രാർത്ഥിക്കണം. സിസ്റ്ററുടെ ഒപ്പമുള്ള സിസ്റ്റർമാരും കൂടിയിട്ട് അവരാണ് ആദ്യം ഇതിനെ പ്രാർത്ഥനയ്ക്ക് ആരംഭം കുറിച്ചത്. അവർ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്കും പിന്നെ സാബു ബ്രദറിൻ്റെ അവിടേക്കും എല്ലായിടത്തേക്കും കുറേ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ഇവർക്ക് തിരിച്ച് പിന്നെയും വിളിക്കണം, കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ മക്കൾ പഠിക്കുന്ന നിർമ്മല മാതയിൽ ഷാൻമാരി സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന് ഞാൻ ഇതുപോലെ സിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മറ്റുള്ളവരുടെ രക്തമല്ല, ഈശോയുടെ രക്തം കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു തമ്പുരാൻ തന്നെ തിരിച്ചു തന്നു അല്ലേ? അല്ല, ഈശോയുടെ രക്തം കയറി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സിസ്റ്റർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടി. ഈ ഒരു സമയത്തൊക്കെ മുഴുവൻ കൂടെ ഉണ്ടായിരുന്നത് ചേട്ടൻ്റെ അനിയനല്ലായിരുന്നു? ഈ ഒരു കോംപ്ലിക്കേഷൻസിൻ്റെ സമയത്തല്ല, ജൂബിലിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചേട്ടൻ്റെ അനിയൻ തന്നെയായിരുന്നു തോന്നുന്നു അല്ലേ കൂടെ? ആംഗ്ലമാരുണ്ട്, അളിയന്മാരുണ്ട്, 2 അളിയന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പിന്നെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അച്ഛന്മാരുണ്ടായിരുന്നു. കുറേ പേരിനെ വിളിച്ചു ഞാൻ. ഇതിൻ്റെ അവസ്ഥ ആദ്യത്തിൽ അനിയനെ മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ ഇത് ഓരോ സ്റ്റേജിലും ഇങ്ങനെ കൂടി സീരിയസ് ആയി വരുന്നതോറും ഞാൻ ആൾക്കാരെ പരമാവധി ബന്ധുക്കളെ എല്ലാവരും വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു 10-30 പേര് അവിടെ ഉണ്ടായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. കുടുംബം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലഡിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ വേണം. പിന്നെ ഞാനാണെങ്കിൽ ആകെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ബന്ധുക്കളുണ്ടായി എല്ലാവരും ഉണ്ടായി, എത്ര പേരുണ്ടെങ്കിലും അത്ര ആൾക്കാരുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ആൾക്കാരെ എല്ലാവരും ഞാൻ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുത്തിയിരുന്നു. ചേട്ടൻ്റെ അനിയനും ഈ ഒരു സമയത്ത് ആ ഒരു അനുഭവം പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡോക്ടർ ഒരു 7:30 കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് ചേച്ചീനെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ലേബറിലേക്ക് കൊണ്ടുപോയി. കുറേ കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് കാണാനില്ല. ആരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പോലും വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പേടി തോന്നി, എന്താ സംഭവം എന്നറിയാത്ത ആരും എന്തെങ്കിലും വിവരം പറയുമല്ലോ. ഒരു 1 മണിക്കൂറായിട്ട് ആരും കാണാണ്ടായപ്പോൾ ഞങ്ങൾ ആകെ പകച്ച് നിൽക്കുകയാണ്. ആ നേരത്ത് പിന്നെ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അശ്വിന്ദ ഡോക്ടർ പുറത്തേക്ക് വരുന്നത് വളരെയധികം പേടിച്ച് നെർവസായിട്ടാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ധൈര്യപ്പെടുത്താൻ നേരത്തെ പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് നമുക്ക് ആ സമയത്ത് നിങ്ങൾ പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെയധികം നെർവസായിട്ട് നമ്മളോട് പകച്ചങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ചേട്ടനൊക്കെ ആകെ കരച്ചിലായി, ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ ഒരു കാര്യം നോക്കട്ടെ എന്നിട്ട് മുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ ഡോക്ടറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ശരിയാവുണ്ടായിരുന്നു, ശരിയാവണമെങ്കിൽ ഇപ്പോൾ ശരിയാവും, അതല്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയണത്.
അപ്പോൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കാം, അതിന് ശേഷം വിവരം വരാഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പോയി. അതിനിടയ്ക്ക് നേഴ്സുമാരും അതിനോടൊന്നും വരുന്നുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞ പ്രതീക്ഷയില്ലാത്ത പോലെ ഡോക്ടർ പറയുന്നത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒരു കാര്യം അവർ പറയുന്നില്ല. വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്, അത് പറയാതെ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചേച്ചിയെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു ആൻറ്റി ഒരു ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ചപ്പം ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി പറഞ്ഞു തിരിച്ചു കിട്ടിയത് ദൈവാനുഗ്രഹമാണ്. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നിമിഷ നേരം കൊണ്ടാണ് ജീവൻ പോകുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ചേട്ടൻ ഈ ഒരു സമയത്തെ എങ്ങനെ അതിജീവിച്ചു? എങ്ങനെ മക്കളെക്കുറിച്ച് ആ ഒരു സമയത്ത് എന്തൊക്കെ ചിന്തകൾ ഒരപ്പൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവാം? മക്കളെക്കുറിച്ച്, ബാക്കി ഉണ്ടായ കുഞ്ഞ്, ഒത്തിരി ചിന്തകൾ വന്നിട്ടുണ്ടല്ലോ. ചേട്ടൻ എങ്ങനെ അതിജീവിച്ചു ശരിക്കും ഇത്? ഈ സമയത്ത് ഈശോയോട് പ്രാർത്ഥിച്ചത്, ഈശോയുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ കൂടുതൽ മക്കളുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തണമെന്നാണ് ഈശോയോട് ഞാൻ ചോദിച്ചത്. അങ്ങനെ വരുത്തരുത്, ഈശോയെ രക്ഷിക്കണേ എന്നുള്ളത് ഞാൻ ഉറക്കനെ നിലവിളിച്ച് ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഈ അശ്വിനി ഹോസ്പിറ്റലിലും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ഉറക്കനെ നിലവിളിക്കുക ചെയ്തിരുന്നത്, യേശുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ എനിക്ക് പിന്നെ ഇത് മാത്രം എനിക്ക് പറയാനായിരുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ആലോചിക്കാനും ഉണ്ടായിരുന്നില്ല. ഈശോയോട് രക്ഷിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. രോഗികളുടെ നാഥൻ എന്നൊരു പുസ്തകം എൻ്റെ കയ്യിൽ ഡെലിവറിക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ ചേർത്ത് പിടിച്ചതിനെ ഈശോയോട് നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഈശോയുടെ പടമൊക്കെ ഉള്ളൊരു ഈശോയുടെ ക്രൂശിതനായിരിക്കുന്ന ആ മുഖത്തിൻ്റെ പടമുള്ള ഒരു പുസ്തകമുണ്ട്. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാണും അല്ലേ ഒത്തിരി? അത് മുറുക്കെ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ശരി, ആ ഒരു നിലവിളി തമ്പുരാൻ കേട്ടിട്ടുണ്ടാവും. ജൂബിലിയിൽ ചേച്ചീനെ നോക്കിയ ഡോക്ടർ അശ്വന്ത് ഡോക്ടറായിരുന്നു അല്ലേ? ഡോക്ടറിൻ്റെ ഒരു അനുഭവം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അശ്വത് കുമാർ, ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. സ്മിത എന്ന രോഗിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടറാണ് ഞാൻ. സ്മിത വേറെ ഒരു ആശുപത്രിയിൽ പ്രസവശേഷം, അതായത് നോർമൽ പ്രസവമായിരുന്നു, പ്രസവശേഷം PPH എന്ന് പറയും, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതായത് പ്രസവശേഷം രക്തസ്രാവം നിൽക്കുന്നില്ല. രക്തസ്രാവം നിൽക്കാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടും രക്തസ്രാവം നിൽക്കാതെയായി, ബ്ലീഡിങ് കൂടിക്കൂടി വന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് അവസാന കൈയായിട്ട് ആ ഗർഭപാത്രം എടുത്ത് കളയണം എന്നുള്ള സിറ്റുവേഷനിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ രോഗിയുടെ ഗർഭപാത്രം എടുത്തു മാറ്റി, സ്മിതയുടെ ഗർഭപാത്രം എടുത്തു മാറ്റി. എന്നിട്ടും രക്തസ്രാവം നിൽക്കാതെയായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡോക്ടർ എന്നെ പേഴ്സണലി വിളിച്ചു. ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും നമ്മുടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അതിൻ്റെ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. ഡോക്ടർ രോഗിയെയും കൊണ്ട് ജൂബിലി മിഷൻ ആശുപത്രിയിലെത്തി എന്നെ ഏൽപ്പിച്ചു. ഞാൻ സ്മിത എന്ന രോഗിയെ കാണുമ്പോൾ രോഗി വളരെ അത്യാസന്ന നിലയിൽ, വളരെ ബ്ലീഡിങ്, താഴത്തുനിന്ന് യോനിയിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രോഗി കിടന്നിരുന്ന ട്രോളി മുഴുവൻ രക്തത്തിലായിരുന്നു രോഗി കിടന്നിരുന്നത്. വയറ് വീർത്തിരുന്നിരുന്നു, അതായത് വയറിനുള്ളിൽ രക്തം കെട്ടിക്കിടക്കുന്നു. വേഗത നോക്കുമ്പോൾ പൾസ് വളരെ കുറവ്, BP വളരെ താഴ്ന്നു കിടക്കുന്നു. ഉടനെ എമർജൻസിയിൽ എൻ്റെ കൂട്ടുകാരായ ഡോക്ടർമാരെല്ലാം ചേർന്ന് പേഷ്യൻറ്റിനെ റെസസിറ്റേറ്റ് ചെയ്യാന്ന് പറയും. അതായത് പേഷ്യൻറ്റിൻ്റെ BPയും പൾസും റേസ് ചെയ്താൽ മാത്രമേ പേഷ്യൻ്റെ ഹാർട്ട് ഫങ്ഷൻ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഹാർട്ട് ഫങ്ഷൻ ചെയ്യിക്കുക. അപ്പോൾ അവർ ഗ്ലൂക്കോസും അതിനുള്ളിൽ നോറഡ്രിനാലിൻ എന്ന് പറഞ്ഞ BP മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രഗ് കൊടുത്ത് BP പൊക്കി. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലായി ഈ രോഗിയുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ശരിയാണ്, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ ഇനി രോഗിയെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങണം. വേഗം രോഗിയെ ഇവിടുത്തെ ICUയിലേക്ക് മാറ്റി വെന്റിലേറ്ററിൽ ഓക്സിജൻ കൊടുത്തു തുടങ്ങി. ആ സമയം കൊണ്ട് ജൂബിലി മിഷൻ ആശുപത്രിയുടെ ഉള്ള ബ്ലഡ് ബാങ്കിൽ നിന്ന് ഇവിടെയുള്ള പലരും ആ രോഗിക്ക് വേണ്ടി എത്രയോ പേര് ഇവിടെ കിടന്നിരുന്ന, അന്ന് അവിടെ ഉണ്ടായിരുന്ന രോഗി ബൈസ്റ്റാൻഡേഴ്സ്, ഇവിടുത്തെ സ്റ്റുഡൻസ്, നേഴ്സുമാർ ഒക്കെ ബ്ലഡ് കൊടുത്തു. 50 കുപ്പിയോളം ബ്ലഡും ബ്ലഡ് പ്രൊഡക്ട്സും കൊടുത്തു. ഫുൾ നൈറ്റ്, അതായത് രാത്രി മുഴുവൻ രോഗിയുടെ അടുത്തിരിക്കുകയായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിൽ രോഗി മരിക്കാവുന്ന സ്റ്റേജായിരുന്നു.
നമ്മൾ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും, നാളെ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് രോഗിയുടെ കണ്ടീഷൻ വളരെ വേഴ്സായി, പൾസ് കിട്ടാണ്ടായി തുടങ്ങി, BP വളരെ കുറഞ്ഞു, മരുന്നുകൾ കൊണ്ടുപോലും അത് താങ്ങാൻ പറ്റാത്ത സ്റ്റേജായി. അപ്പോൾ പിന്നെ എനിക്ക് യാതൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഓപ്പറേഷൻ ചെയ്യുക. ആ താഴെ വരുന്ന ഇതിലേക്കുള്ള രക്തക്കുഴലുകളിലെ വലിയ കുഴലുണ്ട്, അതായത് അതിന് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി എന്നാണ് പറയുക, അത് കെട്ടിയാൽ മാത്രമേ ഈ ബ്ലീഡിങ് നിൽക്കുള്ളൂ. ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിന് രണ്ടാമത്തെ സർജറി, അതായത് മൂന്നാമത് ഒരു ഡെലിവറി പിന്നെ ഒരു ഹിസ്റ്റക്ടമി മൂന്നാമത് ചെയ്യാന്ന് പറയാൻ ഭയങ്കര റിസ്ക്കാണ്. പേഷ്യൻ്റ് 90% ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മരിച്ചു പോകും. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞു ഇത് ചെയ്യണ്ട, ഡോക്ടറുടെ കൈകൊണ്ട് രോഗി മരിച്ചു എന്നേ പറയൂ എല്ലാവരും. പിന്നെ പക്ഷേ രോഗിയുടെ കൂടെയുള്ള രോഗിയുടെ ഭർത്താവ് ഇങ്ങനെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡോക്ടർ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാനെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് അങ്ങേരും കൂടെയുള്ളവരും തന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു 7 മണിയായിട്ടുണ്ടാവും രാവിലെ, രണ്ടും കൽപ്പിച്ച് ഞാനിത് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അല്ലേ. ചേട്ടൻ്റെ അനിയൻ തന്നെ പറയുന്നുണ്ട് ഡോക്ടറിൻ്റെ മുഖം അങ്ങ് വല്ലാതായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു എന്നൊക്കെ. ഡോക്ടറിന് പോലും അറിയില്ല എന്താ ചെയ്യേണ്ടിയിരുന്നത്, എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരവസ്ഥ. ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. ശരിക്കും ആ ഓപ്പറേഷൻ ടേബിളിൽ സംഭവിച്ചത് എന്ന് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് ഇവിടെ വന്നതിനും ഇതെല്ലാം ഷെയർ ചെയ്തതിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. ദൈവത്തിൻ്റെ അത്ഭുത വഴികളെ ഓർത്ത്, അവിടുത്തെ അനന്ത പരിപാലനയെ ഓർത്ത്, അവിടുന്ന് കരം തൊട്ട അവസരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എന്നിട്ട് ഈ അവസരങ്ങളെ നോക്കി ഉറച്ച ബോധ്യത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പറയാം, യെസ്, ഇറ്റ്സ് ഗോഡ്. പ്രാർത്ഥനയോടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.